തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ഏത് പാർട്ടി ജയിക്കും എന്നുള്ളത് പ്രവചിക്കുന്ന കൃത്യമായ ഒരു വ്യക്തി നമ്മുടെ കേരളത്തിലുണ്ട്. നല്ല രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് തന്നെ പറയാം. ഗോപാലകൃഷ്ണൻ ചേട്ടനാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൃത്യമായി പ്രവചിച്ചു അല്ലേ? അതെ. ഇതെങ്ങനെ സാധിക്കുന്നു? അത് ഞാൻ ഇത്തവണ നിലമ്പൂരെ 200 വോട്ടർമാരോട് ടെലിഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ അവിടുത്തെ ജനങ്ങളുടെ ഒരു പൾസ് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൂടാതെ കഴിഞ്ഞ 50 കൊല്ലമായിട്ട് ഞാൻ രാഷ്ട്രീയ രംഗം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിരീക്ഷണവും ഈ പ്രവചനത്തിന് എന്നെ സഹായിച്ചിട്ടുണ്ട്. നിലമ്പൂരിലെ ആ ഒരു പ്രവചനം എങ്ങനെയായിരുന്നു? ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നത് ഷൗക്കത്തിന് 75,000 മുതൽ 77,000 വരെയും, സ്വരാജിന് 65,000 മുതൽ 67,000 വരെയുമാണ് പ്രവചിച്ചിരുന്നത്. ഷൗക്കത്തിന് കിട്ടിയത് 77,770. ഞാൻ പറഞ്ഞതിനേക്കാൾ 770 വോട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. സ്വരാജിന് കിട്ടിയത് 66,660. ഞാൻ പറഞ്ഞതിനേക്കാൾ ഒരു 340 വോട്ട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ PV അൻവറിന് പറഞ്ഞത് 12,000 തൊട്ട് 15,000 വരെയാണ് കൃത്യമായിട്ട് അതുമായിട്ട് മാച്ച് ചെയ്യുന്ന തരത്തിൽ തന്നെ വന്നു. അപ്പൊ ശരിക്കും പലരും പറയും ജ്യോത്സ്യനാണെന്നൊക്കെ. താങ്കൾ ജ്യോത്സ്യമൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് അതിനകത്ത് വിശ്വാസവും ഇല്ല. ഈ 50 വർഷത്തെ നിരീക്ഷണം തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ. അതെ അതെ. ഇതിന് മുന്നേ ഉള്ളത് എന്തൊക്കെയാണ്? ഞാൻ 1996 മുതലുള്ള എല്ലാ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും പ്രവചിച്ചിട്ടുണ്ട്. ആദ്യം പറഞ്ഞതൊക്കെ 95% വരെ പെർഫെക്റ്റ് ആയിരുന്നു. ശരിക്കും ഇപ്പോൾ അത്രയും പെർഫെക്റ്റ് ആവുന്നില്ല ഇപ്പോഴൊക്കെ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ, ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 നടന്ന തെരഞ്ഞെടുപ്പിൽ ഞാൻ കേരളത്തിൽ UDFന് 19 സീറ്റും BJPക്ക് 1 സീറ്റുമാണ് പ്രഡിക്റ്റ് ചെയ്തിരുന്നത്. LDFന് സീറ്റൊന്നും ഇല്ലെന്നാണ് പറഞ്ഞിരുന്നത്. അതിൽ ചെറിയ പെശക് പറ്റിയിട്ടുണ്ട്. LDFന് ആലത്തൂർ സീറ്റ് കിട്ടിയിട്ടുണ്ട്. അതെനിക്ക് തെറ്റാൻ കാരണം അവിടെ രമ്യ ഹരിദാസിനെ നിർത്തുകയെന്നാണ് ഞാൻ കരുതുന്നത്. രമ്യ ഹരിദാസ് ആ നാട്ടുകാരിയല്ല. അതുകൊണ്ടായിരിക്കും തെറ്റ് തന്നെ. നമുക്കൊരു ഓവറോൾ ഇത് നോക്കുമ്പോൾ ഇത്രയും ഇതായിട്ട് കൃത്യമായിട്ടുള്ള ഒരു പക്ഷേ പാർട്ടിക്കകത്ത് പാർട്ടി തീരുമാനിക്കുന്ന അല്ലെങ്കിൽ പാർട്ടി ചിന്തിക്കുന്ന സീറ്റുകൾ അല്ലെങ്കിൽ വോട്ടെണ്ണലിനേക്കാളും അപ്പുറം താങ്കൾ പറഞ്ഞിട്ടുണ്ടല്ലോ കൃത്യമായിട്ട്. ഇപ്പം നിലമ്പൂര് തന്നെയാണെങ്കിൽ LDF പറഞ്ഞതിനേക്കാൾ അവർക്കൊരു നിരീക്ഷണം കാണുമല്ലോ. പക്ഷെ ആ നിരീക്ഷണത്തിനേക്കാൾ അപ്പുറം രാഷ്ട്രീയ പാർട്ടിയെ കൃത്യമായിട്ട് താങ്കൾ അത് നിരീക്ഷിച്ചു എന്നുള്ളതല്ലേ മനസ്സിലാക്കുന്നത്. എനിക്കൊരു സമയം, ഇപ്പൊ 2ാം തവണയും പിണറായി സർക്കാർ വന്നു ആദ്യത്തെ തവണ, അപ്പൊ അത് കൃത്യമായി പ്രവചിച്ചു. അല്ല, അത് മാത്രമേ എനിക്ക് തെറ്റിയുള്ളൂ. അത് തെറ്റാൻ കാരണം ഈ കോവിഡ് കാരണം 4 പേർക്ക് ഒന്നിച്ചു കൂടാൻ പോലും പറ്റുകയില്ലായിരുന്നു. അപ്പോൾ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് അങ്ങനെ പല കാര്യങ്ങളെ പറ്റിയും ഈ BJPക്കാർക്കോ UDFകാർക്കോ സമരം ചെയ്യാനൊന്നും പറ്റുകയില്ലായിരുന്നു. അതാണ് മെയിനായിട്ട്. കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിച്ചില്ല. ഭരിക്കുന്ന എല്ലാ ഗവൺമെന്റുകൾക്കും അത് പ്രയോജനമായിരുന്നു, ഈ ലോകത്ത് മുഴുവൻ, ഇവിടെ മാത്രമല്ല. കാരണം ജനങ്ങൾക്ക് പ്രതിഷേധിക്കാൻ പറ്റത്തില്ല. ആ പറ്റായികയാണ് ഒരു പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് തന്നെയാണ്, സംശയമില്ല. പിന്നെ കിറ്റ് കൊടുത്തതിനേക്കാൾ ഇതാണ്, ജനങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ് കാണത്തില്ലല്ലോ. അപ്പോൾ ഈ രാഷ്ട്രീയ കക്ഷികൾ പ്രചരണം നടത്തിയാണ് ഇവരെ ബോധവൽക്കരിക്കുന്നത്. അത് സാധിച്ചിട്ടില്ല. ഈ ഒരു ഇപ്പം ഇത്തരത്തിലുള്ള പ്രവചനം നടത്തുന്നത് എന്തൊക്കെയാണ് നോക്കുന്നത്? ഇപ്പം കുറച്ച് പേരെ വിളിക്കും, ചിലപ്പം നിലമ്പൂര് തന്നെ താങ്കൾ പറഞ്ഞതുപോലെ കുറച്ച് പേരുമായിട്ട് സംസാരിച്ചു, അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ എന്തൊക്കെയാണ് വിലയിരുത്തുന്നത്? പിന്നെ ഈ അതാത് കാലത്തെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ വിലയിരുത്തും. ഭരണവിരുദ്ധ വികാരമുണ്ടെന്നുള്ളത് നമുക്ക് അല്ലാതെ തന്നെ അറിയാം. ഞാൻ ഈ യാത്ര ചെയ്യുമ്പോഴൊക്കെ ട്രെയിനിൽ അടുത്തിരിക്കുന്ന യാത്രക്കാരോടൊക്കെ ചോദിച്ച്, ഇത് ഞാൻ ഇന്നയാളാന്ന് പറഞ്ഞിട്ടല്ല, ട്രെൻഡ് മനസ്സിലാക്കാനായിട്ട്. എല്ലാ കാലത്തും, ഇലക്ഷൻ കാലത്ത് മാത്രമല്ല, അല്ലാതെ നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കി വെക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, ഹോട്ടലിൽ കയറുമ്പം ഒക്കെ അവിടെ ഇരിക്കുന്ന ആളുകളോട് ചോദിക്കും. പിന്നെ വീട്ടിൽ വരുന്ന പണിക്കാരെ അങ്ങനെ ട്രെൻഡ് മനസ്സിലാക്കും. എന്നാലും ഇപ്പം നിലമ്പൂരിലെ കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ സ്വാഭാവികമായിട്ടും CPM അനുകൂലികളുണ്ടല്ലോ, അനുകൂലമായിട്ട് നിൽക്കുന്നവരുണ്ട്. അപ്പം
അതിൽ ഒരു ചേഞ്ച് വരാൻ സാധിക്കും. ഇപ്പൊ അനുകൂലമായിട്ട് നിൽക്കുന്നവർ ഒരിക്കലും മാറി കുത്തത്തില്ലല്ലോ, മാറി കുത്തുന്ന സാഹചര്യം ഉണ്ടാവും. പക്ഷെ അത് അറിയുന്നില്ല. ഇപ്പം തന്നെ CPM തന്നെ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമാകുന്നുണ്ട്. CPM ഇത് അടിസ്ഥാന വോട്ട് ചോർന്നിട്ടില്ല, അവർക്ക് വലിയ ഇത് ദുഃഖിക്കാനൊന്നും ഇല്ല. പക്ഷെ അടിസ്ഥാന വോട്ട് കൊണ്ട് മാത്രമേ ഒരു പാർട്ടി ജയിക്കത്തില്ല. നിഷ്പക്ഷമായിട്ട് നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ഒരു 30% വോട്ടർമാരുണ്ട് കേരളത്തിൽ. അവരെങ്ങോട്ട് ചായുന്നോ, കൂടുതൽ ചായുന്ന എങ്ങോട്ടാണോ അവർ ജയിക്കും. ഈ 30% ആൾക്കാരുടെ മനസ്സിലാണ് ജയപരാജയങ്ങൾ ഇരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഇത് മനസ്സിലാക്കി വിലയിരുത്തിയത്? അതാണ് ഞാൻ ഈ യാത്ര ചെയ്യുമ്പോഴൊക്കെ ട്രെയിനിൽ കമ്പാർട്ട്മെന്റ് മാറി ഓരോരുത്തരോടും ചോദിക്കും. ചിലരൊന്നും പറയുകയില്ല, ചിലർ പറയുന്നത് ചിലപ്പോൾ അതിനെപ്പറ്റി വിവരമില്ലാത്തവരായിരിക്കും. നമ്മൾ ആ സംസാരം കേൾക്കുമ്പോൾ അറിയാം. 100 പേരോട് ചോദിക്കുമ്പം ഒരു 60 പേരെങ്കിലും കൃത്യമായ വിവരമായിരിക്കും നമുക്ക് തരും. ഈ 30% എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ ഇങ്ങനെ പുരോഗമിച്ചോട്ടെ. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ദൂരദർശൻ മാത്രമാണ് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ ഏഷ്യാനെറ്റ് വന്നു, കുറെ പ്രൈവറ്റ് ചാനലുകൾ വന്നു. ഇപ്പോൾ എല്ലാവരും ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇതിലൂടെ ഒരുപാട് രാഷ്ട്രീയം എന്താണെന്ന് ഒരു പക്ഷേ ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം കൃത്യമായിട്ട്. എന്താണ്, ആരാണ് ഭരിക്കുന്നത്, എന്തൊക്കെ നേട്ടങ്ങളുണ്ട്. അങ്ങനെയല്ല, ഒരു 20 വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് രാഷ്ട്രീയത്തോട് യാതൊരു താല്പര്യമില്ല. അവർക്ക് രാഷ്ട്രീയം അറിയാൻ പാടില്ല. ഒരു 20 വയസ്സിൽ താഴെയുള്ളവർ, അല്ലെങ്കിൽ 25 വയസ്സിൽ താഴെയുള്ളവർ. അപ്പൊ ഈ വരുന്ന യുവജനങ്ങള് അവർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി കാണില്ല. അപ്പൊ ഈ 30% എന്നുള്ളത് മാറി മറിയാൻ സാധ്യതയില്ലേ? ഇനി വരുന്ന കഴിയുമ്പോ 30% കൂടുകയാണ് ചെയ്യുന്നത്. കാരണം രാഷ്ട്രീയത്തിലുള്ള താല്പര്യം കുറഞ്ഞാണ് വരുന്നത്. അത് അനുസരിച്ചായിരിക്കും. കാരണം ഇനിയിപ്പോ കുറച്ചുകൂടെ ടഫ് ആയിരിക്കും പാർട്ടികൾക്കല്ലേ. അതെ. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഇപ്പം ഈ കോളേജ് തലത്തിലൊക്കെ ഇപ്പൊ അവിടെ ഈ ഇത് പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പുകളുണ്ടല്ലോ. പക്ഷെ അവിടെ ഈ കുറച്ചുകൂടെ മുന്നേറുന്ന ഒരു സാഹചര്യമാണല്ലോ കാണുന്നത്. ഇടതുപക്ഷമോ അതിപ്പോ മാറി വരുന്നുണ്ട്. ഇപ്പൊ KSUക്കാർ കുറെയൊക്കെ ജയിക്കുന്നുണ്ട്. അവിടെ പാർട്ടി വരുന്നുണ്ടല്ലോ. അപ്പൊ പാർട്ടി വരുന്നുണ്ടെങ്കിലും അവർക്ക് വലിയ ഡിഗ്രി കഴിഞ്ഞ ആ ഒരു കോളേജ് സമയം കഴിഞ്ഞ അവരൊരു പാർട്ടി ഒന്നുമില്ല. കാര്യമായിട്ട് ഇതിനെപ്പറ്റി ഗ്രാഹ്യമൊന്നുമില്ല. പാർട്ടി അവിടെ കൊണ്ടേ ഉള്ളൂ. യുവതലമുറയിലോട്ട് പിന്നീട് അങ്ങോട്ട് പാർട്ടി വളരുന്നില്ല എന്നുള്ളതാണ് ഒരു പാർട്ടി. ഓക്കെ. ഇനിയിപ്പോ എന്തായാലും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളാണ്. ആ തെരഞ്ഞെടുപ്പില് അങ്ങ് വിലയിരുത്തുന്നത് ആർക്കായിരിക്കും? അത് കഴിഞ്ഞ 20-ലെ തെരഞ്ഞെടുപ്പില് ഇടതുപക്ഷത്തിന് വലിയ മേൽക്കൈയായിരുന്നു. അതിപ്പോ കുറയും. പക്ഷെ ഇപ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പില് LDFന് അല്പം മേൽക്കൈ ഉണ്ടാവും. അല്പം മേൽക്കൈ ഉണ്ടാവും. ഇപ്പൊ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ ഏകദേശം 650 ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നുണ്ട്. ആകെ 941 ഉള്ളൂ. കോൺഗ്രസിനൊരു 325 കാണും. ഇതിൻ്റെ നേരെ പകുതിയേ ഉള്ളൂ. അതും മാറ്റം വരും. ഈ 650 എന്നുള്ളത് ഒരു 450 ചുരുങ്ങും. അപ്പൊ പ്രേക്ഷകർ കേൾക്കുക, പറയുന്നത് 650 എന്നുള്ളത് 450 ചുരുങ്ങും. ആർക്ക്? ഈ LDFന്. ഓക്കെ. UDF ഈ 325 എന്നുള്ളത് ഒരു 400 കൂടും. 400. അപ്പൊ അവിടെയും ടഫായിട്ട് വരുവാണല്ലോ. അതെ. അപ്പൊ അല്പം മേൽക്കൈ UDFനും അല്ല LDFനും ഉണ്ടാവും. നേരിയ ഭൂരിപക്ഷത്തിൽ വിജയസാധ്യതയുണ്ട്. പക്ഷെ അപ്പൊ BJP വരുന്നുണ്ടല്ലോ. BJPക്ക് നേരത്തെ ഉള്ളതിൽ കൂടുതലുണ്ടാവും. എത്ര വരും? ഒരു 50 ഗ്രാമപഞ്ചായത്തിലെങ്കിലും അവർക്ക് ഭൂരിപക്ഷം ഉണ്ടാവും. 941 ഉള്ളത്. പക്ഷെ അപ്പം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും LDF മുൻകൈ എടുക്കുമോ? അല്പം മുൻകൈ, അല്പം നേരത്തെ ഉള്ളതിനേക്കാൾ ഒത്തിരി കുറയും. ആ മുൻകൈ കുറയും. അവിടെ തന്നെ കോർപ്പറേഷനുകളിൽ ഇപ്പോൾ 6 കോർപ്പറേഷനിൽ 5 LDFന്റെ കയ്യിലായിരിക്കുന്നത്. ഇത് കണ്ണൂർ മാത്രം UDF. അത് UDFന് കണ്ണൂർ കൂടാതെ എറണാകുളം കൂടെ കിട്ടും. തൃശ്ശൂർ BJPക്ക് കിട്ടും. തൃശ്ശൂർ കോർപ്പറേഷൻ. തിരുവനന്തപുരം ആർക്കും ഭൂരിപക്ഷം കിട്ടത്തില്ല. തിരുവനന്തപുരത്ത് ഇപ്പോൾ 52 സീറ്റ് LDFനും 35 സീറ്റ് BJPക്കുമാണ്. ഈ 52 കുറഞ്ഞൊരു 40 ആവും. ഈ 35 കൂടിയൊരു 40 ആവും. അപ്പോൾ അവർ ഈക്വലാവും. പിന്നെ UDFന് ഇപ്പോൾ 9 സീറ്റേ ഉള്ളൂ. ആ 9 ഒരു 20 കൂടും. അപ്പോൾ ഇവിടെ ഒരു അങ്ങ് കോർപ്പറേഷനായിരിക്കും. അതായത് ആർക്കും ഭൂരിപക്ഷം ഇല്ല. അത് വരുമ്പോൾ ഏതെങ്കിലും
മാറി ഇപ്പം പല ഗ്രാമപഞ്ചായത്തുകളിലും അങ്ങനെ ഭരിക്കുന്നുണ്ട്, ആർക്കും വിരക്ഷയില്ലാതെ. ഈ LDFന് BJP സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ കോൺഗ്രസിന് BJP സപ്പോർട്ട് ചെയ്യും, അങ്ങനെയൊക്കെ പലയിടത്തും ഭരിക്കുന്നുണ്ട്. അതുപോലെ വരും തിരുവനന്തപുരം. പിന്നെ കോഴിക്കോട്, കൊല്ലം കോർപ്പറേഷന് LDF തന്നെ കിട്ടും. അപ്പോൾ UDFന് 1 കിടന്ന 2 ആവും. LDFന് 5 കിടന്നത് 2 ആയിട്ട് ചുരുങ്ങും. പിന്നെ മുനിസിപ്പാലിറ്റികളിൽ ഇപ്പം തന്നെ UDF ആണ് മുന്നിൽ. 86 മുനിസിപ്പാലിറ്റിയുള്ളത്. അതിലിപ്പോൾ 45-47 മുനിസിപ്പാലിറ്റി UDF ആണ് ഭരിക്കുന്നത്. മറ്റത് ഒരു 38 മറ്റോ ആണ് LDF ഭരിക്കുന്നത്. ഈ 47 എന്നുള്ളത് 1-2 കൂടും അവർക്ക്, മറ്റേത് 2-3 കുറയും. BJPക്ക് ഇപ്പോൾ 2 മുനിസിപ്പാലിറ്റി ഉള്ളത്, പന്തളവും പാലക്കാടും. അവർക്കൊരു 5 മുനിസിപ്പാലിറ്റി എങ്കിലും കിട്ടും. ഈ അടുത്ത് നമ്മുടെ കേരളം ആര് ഭരിക്കും എന്നുള്ള ചോദ്യത്തിന് എന്തായിരിക്കും? കേരളത്തിൽ 26-ൽ UDF തന്നെ ഭൂരിപക്ഷം കിട്ടും. എത്ര ഭൂരിപക്ഷം? ഒരു 78 മുതൽ 96 വരെ. LDFന് 42 തൊട്ട് 58 വരെ. അത്രയേ ഉള്ളൂ. BJPക്ക് ഒരു 4 മുതൽ 8 വരെ. BJP എവിടെയൊക്കെ പിടിക്കും? BJP പിടിക്കാനായിട്ട് തൃശ്ശൂർ ഒരു 3 തൊട്ട് 6 സീറ്റ് വരെ കിട്ടും. ഒന്ന് തൃശ്ശൂർ സിറ്റി മണ്ഡലം ഉറപ്പാണ്, ഇരിങ്ങാലക്കുട. പിന്നെ അതുകൂടാതെ അവർക്ക് കിട്ടാൻ സാധ്യതയുള്ളത് മണലൂർ, പിന്നെ കടൽത്തീരത്തൊരു സീറ്റുണ്ട്, എൻ്റെ പേര് ഞാൻ മറന്നുപോയി. കുഴപ്പമില്ല. തിരുവനന്തപുരം ആണെങ്കിലോ? തിരുവനന്തപുരം നേമം അവർക്ക് കിട്ടും. നിയമം കിട്ടും. നിയമം കിട്ടും. പിന്നെ കിട്ടാൻ സാധ്യതയുള്ളത് ഈ കാട്ടാക്കട, പിന്നെ ഉള്ളത് സാധ്യത ഉറപ്പല്ല, ഉറപ്പുള്ളത് ഇത് മാത്രമാണ്, നേമം. പിന്നെ ഉള്ളത് കഴക്കൂട്ടം. BJPക്ക് സാധ്യതയാണ്, ഉറപ്പ് പറയാൻ പറ്റത്തില്ല. പിന്നെ കാട്ടാക്കട ഏകദേശം ഉറപ്പാണ്. പിന്നെ കായംകുളം സാധ്യത, ഉറപ്പ് പറയാൻ പറ്റും. മഞ്ചേശ്വരം. കൂടുതലും UDF തന്നെയാണ് നമുക്കവിടെ സാധ്യത. UDF ഭരണം വരുമെന്നുള്ളത് ഉറപ്പാണ്. ഞാൻ 78-86 എന്ന് പറയും, 78-94 എന്ന് പറയുമ്പോൾ ആവറേജ് 86 സീറ്റ്. ഞാൻ ഒരു കൊല്ലം മുമ്പ് ശരിക്കും ഞാൻ ഇപ്പൊ ഇത്രയും നിരീക്ഷണം, നമുക്ക് സമയം അതിക്രമിച്ചിരിക്കുന്നു, എന്നാലും ഞാനൊന്ന് അവസാനമായിട്ട് ചോദിക്കട്ടെ. ഇപ്പൊ പിണറായി സർക്കാർ വന്നപ്പോൾ എന്താണ് അവരുടെ പാളിച്ചത് പറ്റി? എവിടെയാണ് അവർക്ക് ഒരു പാളിച്ച വന്നത്? അങ്ങയുടെ ഒരു വിലയിരുത്തൽ? ഈ രാഷ്ട്രീയമാണ് അവർക്ക് പ്രധാനമായിട്ട് വന്നിരിക്കുന്നത്. മന്ത്രിമാർക്കും MLA-മാർക്കും നേതാക്കന്മാർക്കും ഒക്കെ രാഷ്ട്രീയമാണ്. പിന്നെ അഴിമതി ഉണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള ഈ കുഴപ്പങ്ങൾ, ഈ നിലമ്പൂരെ പ്രശ്നമാണ് വന്യമൃഗ ശല്യം. പ്രതിപക്ഷം പൂർണ്ണ പരാജയം എന്ന് ഞാൻ പറഞ്ഞു. പൂർണ്ണ പരാജയം എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ കുറെ കൂടെ ഒക്കെ ഇത് സമരങ്ങൾ ചെയ്യണം, അല്ലാതെ വെറുതെ പ്രസ്താവന നടത്തിയത് കൊണ്ടൊന്നും അത്ര പ്രയോജനം ഉണ്ടാവില്ല. കഴിഞ്ഞ തവണ അതാണ് പറ്റിയത്. അവരിങ്ങനെ പത്രസമ്മേളനം നടത്തുകയും അതുകൊണ്ട് മാത്രം പോരാ, സമരരംഗത്തേക്ക് വരണം. അതിന് ഇപ്പോൾ ഇവർക്ക് കഴിയില്ല. കോൺഗ്രസിനായാലും BJPക്കായാലും കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് കുറച്ചുകൂടി മുന്നേറ്റം ഉണ്ടാകുമെന്ന് പറയാൻ കാരണം? അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പലപ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിന് UDFന് ഒന്നിലധികം സ്ഥാനാർത്ഥികൾ കാണും, റിബലുകൾ. ഇപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ എൻ്റെ വാർഡിൽ തന്നെ, എൻ്റെ വാർഡല്ല, എൻ്റെ പഞ്ചായത്തിൽ, പൂവച്ചൽ പഞ്ചായത്തിൽ 1-ാം വാർഡല്ല, പൂവച്ചൽ ജംഗ്ഷനുള്ള വാർഡിൽ മുസ്ലിം ലീഗിന് കഴിഞ്ഞ തവണ കൊടുത്തു. കോൺഗ്രസ് റിബലായിട്ട് വന്നു, കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചു. ചിലപ്പോൾ ഈ 2 പേരും തോറ്റ് LDF ജയിക്കും. അപ്പോൾ അവിടെ അങ്ങനെ സംഭവിച്ചത്. റിബലായിട്ട് നിൽക്കുന്നവരുടെ സാധ്യത കൂടുതലാണ്. ഇല്ല, റിബലായിട്ട് ചിലപ്പോൾ 2 പേരും തോൽക്കും, 3 LDF ജയിക്കും. ഇവിടെ കോൺഗ്രസ് ജയിച്ചു, ഞാനീ പറഞ്ഞ ഉദാഹരണത്തിന്. അങ്ങനെ പലയിടത്തും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും ഒരു സംവിധാനം UDFന് ഇല്ല. ഇപ്പോൾ അത് ഉണ്ടാക്കുന്നുണ്ടെന്ന് തോന്നുന്നു.
അതാണ് ഇവർ അതായത് ഇനി സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ എത്തരത്തിൽ നിർത്തണമെന്നാണ്? UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തണമെന്നാണ്? അല്ല, അതല്ല, UDF ഒരു സ്ഥാനാർത്ഥിയെ ഉണ്ടാകാവുള്ളൂ ഒരു വാർഡിൽ. അത് പലപ്പോഴും 2-3 വരാറുണ്ട്, 2-3 വരാറുണ്ട്. ഇപ്പൊ തന്നെ എൻ്റെ വീട്ടിൽ LDFകാർ ഇന്ന് വന്നു വോട്ട് ലിസ്റ്റൊക്കെ പരിശോധിക്കാൻ, ഞങ്ങളുടെ പേരുണ്ടോയെന്ന് അറിയാൻ. കോൺഗ്രസ്സുകാർ വന്നിട്ടില്ല, BJPക്കാരും വന്നിട്ടില്ല. അപ്പം അങ്ങനെ അടിത്തട്ടിൽ അവർ ജോലി ചെയ്യുന്നുണ്ട്. അതിന് കോൺഗ്രസ്സിന് ആ സംവിധാനം ഇല്ല. അതാണ് അവർ തോക്കാൻ കാരണം. പക്ഷേ നിയമസഭാ തിരഞ്ഞെടുപ്പും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പും വരുമ്പോൾ അവർ നല്ലതായിട്ട് രംഗത്തിറങ്ങും. അങ്ങനെ റിബല്യു ഒന്നും സാധാരണ വരത്തില്ല. കഴിഞ്ഞ തവണ ആകെ ഏറ്റുമാനൂർ ലതിക സുഭാഷ് നിന്നു, അത് തോക്കുകയും ചെയ്തു UDF. വേറെ റിബൽ ഇല്ലായിരുന്നു. എന്തായാലും അങ്ങയുടെ പ്രവചനങ്ങൾ ഇനിയും വിജയിച്ചു തന്നെ വരട്ടെ. 95% വിജയിച്ചു എന്നല്ലേ? 100 വരെയൊക്കെ ജയിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഇനി വിജയിച്ചു തന്നെ വരട്ടെ. ഒരു ഭാഗത്ത് നിന്ന് നോക്കിയാൽ രാഷ്ട്രീയ പാർട്ടിക്കാർ ഇതനുസരിച്ച് അങ്ങയുടെ ഇപ്പൊ പറഞ്ഞ ഈ കണക്കുകൾ അനുസരിച്ച് അല്ലെങ്കിൽ വിലയിരുത്തലുകൾ അനുസരിച്ച് അവരും കുറച്ചുകൂടെ മുന്നേറട്ടെ അല്ലേ?